ഹലോ ഫ്രണ്ട്സ്, തുഞ്ചൻ പറമ്പ് കാണാത്തവരുണ്ടോ? തിരൂരിലെ തുഞ്ചൻ പറമ്പ് കാണാത്തവരുണ്ടെങ്കിൽ ഒരു എത്തുനോട്ടം നടത്താം. വളരെ ശാന്തസുന്ദരമായിട്ടുള്ള സ്ഥലം. നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഈ മരത്തിൻ്റെയൊക്കെ തണലിലിരിക്കാനും ഒക്കെ നല്ല സൗകര്യങ്ങളുള്ള നല്ലൊരു സുന്ദരമായ സ്ഥലം. തുഞ്ചൻ പറമ്പിലെ തത്തേ വരൂ, പഞ്ചവർണ്ണ കിളിത്തത്തേ, കുഞ്ചൻ്റെ കച്ചമണികൾ കൊത്ത് കൊഞ്ചിക്കുഴഞ്ഞൊരു തത്തേ, വീണപൂവിൻ കഥ പാടി മണിവീണകൾ മീട്ടിയ തത്തേ, സങ്കൽപ്പ സംഗീത സ്വർഗം തീർത്ത ചങ്ങമ്പുഴയുടെ തത്തേ, ഇക്കളിത്തട്ടിലിരിക്കാം പോരൂ, ഇത്തിരി നേരമെൻ തത്തേ. തുഞ്ചൻ പറമ്പിൽ അത്തിമരാണല്ലേ? തുഞ്ചൻപറമ്പിലെ കാഞ്ഞിരമരം ഇതാണ്. നിറയെ കാഞ്ഞിരക്കായുണ്ട്. ഞങ്ങൾ 3 പേര് ഇങ്ങോട്ട് എത്തിയതിന് കാരണം ഒരു വണ്ടർഫുൾ കാര്യം തന്നെ. ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾ ആലത്തിയൂർ അമ്പലത്തിൽ വെച്ച് കണ്ടുമുട്ടിയതാണ്. 3 ഫ്രണ്ട്സ്, അവർ 2 പേരും ഞാനും. അങ്ങനെ ഒരുമിച്ച് പിന്നെ ആലത്തിയൂർ അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞപ്പോൾ തോന്നി ഇവിടെ ഇനി വേറെ ഏതാണ്, ട്രെയിന് സമയമുണ്ട്, ട്രെയിൻ വരുമ്പോഴേക്കും 3 മണിയാവും. അപ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റിയത് എന്താണെന്ന് നോക്കിയിട്ടാണ് പിന്നെയാണ് തുഞ്ചൻപറമ്പ് കാണാൻ വന്നത്. കണ്ടോ, അതിമനോഹരമായ വളരെ ഭംഗിയുള്ള സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്രദേശമാണത്. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സ് രാധികയും ബിസിയും, രാധിക കോർട്ടിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഗസ്റ്റഡ് ഓഫീസർ ആണ്. പിന്നെ ബിസി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. 2 പേരും പാലക്കാട്. ഞങ്ങൾ 3 പേരും കൂടെ ഹനുമാൻ കോവിലാണ് കണ്ടുമുട്ടിയത്, ആലത്തിയൂർ. അത് പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ കാണാനും കൂടി ഒരു യോഗം ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് കണ്ട് ഇടയ്ക്കൊക്കെ ഇരുന്ന് കുറച്ച് നേരം ആശ്വസിച്ച്, മീൻസ് വളരെ നല്ല ഒരു അന്തരീക്ഷമാണല്ലോ. അപ്പോൾ അങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ പൂക്കളും ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സും ഒക്കെ കണ്ട് നടക്കുകയാണ്. ഇവിടെ നിറയെ ശംഖുപുഷ്പമാണ്, നിറയെ നീല ശംഖുപുഷ്പം. വെള്ളയുണ്ട്, അത് കുറച്ചേ ഉള്ളൂ. നല്ല ഭംഗിയിലിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ശംഖുപുഷ്പം കൊണ്ട് ചായ വയ്ക്കാം, ശംഖുപുഷ്പം ഇട്ടിട്ട് ചായ വയ്ക്കാൻ വളരെ നല്ലതാണെന്ന് ഇവർ പറഞ്ഞപ്പോൾ അതെനിക്ക് മനസ്സിലായി. എനിക്കറിയില്ലായിരുന്നു, അത് പുതിയ അറിവാണ്. കുട്ടികളെ കാണാൻ നല്ല രസം, നല്ല കുട്ടികളായിട്ടിരിക്കുന്നത് യൂണിഫോമിൽ, നല്ല ഭംഗി. അങ്ങനെ ഞങ്ങൾ സാഹിത്യ മ്യൂസിയം കാണാൻ പോവാണ്. അവിടെ തന്നെയാണ് മ്യൂസിയം. അതിൻ്റെ ഉള്ളിൽ കുറേയധികം കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനുണ്ട്. മലയാള സാഹിത്യ മ്യൂസിയമാണ്. മലയാള സാഹിത്യത്തിന് സംഭാവന നൽകിയ കുറേയധികം മഹത് വ്യക്തികളെ നമുക്ക് കാണാം. അവരുടെ രചനകളിൽ അവർ മലയാള ഭാഷയ്ക്ക്, മലയാള അക്ഷരങ്ങൾ ഭാഷയ്ക്കും ഒക്കെ നൽകിയ സംഭാവനകളെക്കുറിച്ചും കുറേ കേരളത്തിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ലോകത്തിൻ്റെ ഏത് കോണിലാണ് മലയാളിയുടെ മനസ്സിൽ തുടിക്കുന്ന മമത. കേരളത്തിൽ
കോവിലകത്ത് ഒരു ചതുരംഗം കളിക. ഉദയവർമ്മ രാജാവ് ചെറുശ്ശേരി നമ്പൂതിരി തമ്മിലാണ് കളി. ഇനി ഏതു കളി നീക്കണം എന്ന് രാജാവ് സംശയിച്ചിരുന്നപ്പോൾ അകത്തുനിന്ന് രാജ്ഞിയുടെ ഒരു ഈണം പാട്ട് എന്ന ഗാനരീതിയോട് ഈ ഈണത്തിന് സാമ്യമുണ്ട്. ആദ്യത്തെ പാട്ട് കൂടിയാണ് കൃഷ്ണൻ രാജകുടുംബത്തിൽ മറ്റു പുരുഷന്മാരില്ലാതിരുന്നതിനാൽ പിറക്കും മുമ്പേ ജനിച്ച സ്ഥലം കലക്കത്ത് ഭവനം അല്ലേ? മികച്ച പഴമലയിലെ ഭൂതരായനി സബ് കോടതി ആദ്യം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കോടതിയാണ്. അതിലെ ആദ്യത്തെ ജഡ്ജി ഓ ചന്തുമേനോനാണ്. ഓ ചന്തുമേനോന്റെ ജഡ്ജ്മെന്റ് അവിടെ ഇപ്പോഴും തന്നെ പണിയായിരുന്നു. കുടിയൊഴിക്കലും കണ്ണിക്കൊയ്ത്തൊക്കെ എഴുതിണ്ടാക്കി അവരെയൊക്കെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പരന്ന പുറത്ത് ഷീറ്റും ഉണ്ടാവും. ടൈൽസ് ഇങ്ങനെ വെച്ചേക്കുക, നല്ല ഭംഗിയുണ്ട്. ക്ലാസ് ഉണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെ. എവിടെയെങ്കിലൊക്കെ ഇരിക്കാനൊക്കെ നല്ലതല്ലേ? നമ്മുടെ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യാൻ എന്തായാലും ഞങ്ങൾ 3 പേരും കുറച്ച് നേരം അവിടെ എങ്ങനെ ആ മരത്തിൻ്റെയൊക്കെ തണലിലൊക്കെ ഇരുന്ന് നല്ലൊരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഒരു നല്ല കൂളിംഗാണ് അവിടെ. നിറയെ മരങ്ങളല്ലേ, അതിൻ്റെ ഒരു നല്ല കൂളിങ്ങും ഒക്കെ ആസ്വദിച്ച് അവിടെ കുറച്ച് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു. വളരെ നല്ലൊരു ദിവസമായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.